ബസ്സുകാരെടുത്തും തെറ്റുണ്ട്, ആ പെണ്ണിന്റെ അടുത്തും തെറ്റുണ്ട്. അല്ലാതെ ആ പെണ്ണിനെ മാത്രം കുറ്റം പറയണ്ട. ഞാനൊരു പെണ്ണാണ്, എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. രണ്ടിൽ നിന്ന് ഒരാൾ ഒതുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. രണ്ടുപേരും അത് ചെയ്തില്ല. ഒരുപാട് പേര് ട്രോളുന്നുണ്ട്, അപ്പിടാൻ മുട്ടി എന്ന് പറഞ്ഞിട്ട്. എന്താ പെമ്പിള്ളേർക്ക് തപ്പിടാൻ മുട്ടൂലേ? പെമ്പിള്ളേർക്ക് ടോയ്ലറ്റിൽ പോണ്ടേ? പെമ്പിള്ളേർക്ക് ഇപ്പൊ ബസ് കയറിയിട്ട് ടോയ്ലറ്റ് പോകണം എന്നുള്ളൊരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ഒന്ന് ബസ് നിർത്തും. എനിക്കൊരു അത്യാവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പില്ല, നിർത്താൻ പറ്റില്ല, അതൊന്നും ഒരു ന്യായമൊന്നുമല്ല. കുറെ മുന്നേ ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ, കാരണം ഭയങ്കര ടൈറ്റ് ആയിട്ട് ആളുകൾ, നല്ല തിക്ക ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ പറയാം, എനിക്കൊന്ന് ബസ് നിർത്തി, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ നിർത്തി തന്നെ. സ്റ്റോപ്പൊന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ അവർ നിർത്തി തന്നെ. അപ്പൊ എനിക്ക് പീരീഡ്സ് ആയപ്പോഴും ഒരു ഫീല് വരികയാണ്, എനിക്ക് പീരീഡ്സ് ആയി തോന്നുന്നു, എനിക്ക് ഇവിടെ ഇറങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്, എന്നും ബസ് നിർത്തി തരുമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയാണ് ഇവിടെ സ്റ്റോപ്പില്ല, നിർത്തി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ പെൺകുട്ടി വേറെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ബസ്സിൽ ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് എനിക്ക് വളരെ വിഷമമായതെന്ന്. ബസ്സിലെ ആളുകൾ സപ്പോർട്ട് ചെയ്യാത്തത് ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ ആ പെരുമാറ്റം അങ്ങനെ ആയിരിക്കും. ആ ചോദിച്ച രീതിയും അവിടെ കിടന്ന് കാണിച്ച് ആ ഗ്ലാസ് പൊട്ടിക്കുക, അതൊക്കെ കാരണം കൊണ്ടായിരിക്കും ഒരാളെ സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നത്. പക്ഷെ ഒരു പെണ്ണെന്നുള്ള രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇതൊന്നും അവിടെ കാണൂലല്ലോ. ഒന്ന് ബസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ചില്ല് പൊട്ടിക്കൽ ഇത്രയും നീട്ടിക്കൊണ്ടുവേണ്ട, ഈ ഒരു പ്രശ്നത്തെ ഇത്രയും നീട്ടിക്കൊണ്ടുവേണ്ട കാര്യം അവിടെ വരില്ല. ആ ബസ് ഒന്ന് നിർത്തി കൊടുത്തു. അപ്പൊ രണ്ടുപേരും ഒതുങ്ങിയിട്ടില്ല.